കഴിഞ്ഞ Good evening. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening. എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? Yes, ma'am. Yes, ma'am. So, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. നമ്മ ഡിസ്കസ് ചെയ്തോണ്ടിരുന്ന പാർട്സ് ഓഫ് സ്പീച്ചില് ഫസ്റ്റ് പാർട്ട് നൗൺസ് ആൻഡ് പ്രൊനൗൺസ് അല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ നൗൺസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്താണ്? പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് അതെന്താണ് അറിയോ ആർക്കെങ്കിലും? പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ഇംഗ്ലീഷില് ഏതൊരു സെന്റൻസ് ആണെങ്കിലും 8 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഈ 8 പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്, 8 ഉണ്ട് കേട്ടോ. അപ്പൊ ഈ 8 പാർട്സ് ഓഫ് സ്പീച്ചിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലായിരിക്കും വന്നിട്ടുണ്ടാവുക. അതിനെയാണ് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത്, നിങ്ങളുടെ നോട്ടിൽ അതില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചോ. 8 പാർട്സ് ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ പാർട്സ് ഓഫ് സ്പീച്ച് എന്നൊരു ഹെഡിങ് കൊടുക്കും. പാർട്സ് ഓഫ് സ്പീച്ച്, പാർട്സ് ഓഫ് സ്പീച്ച്, PARTS, പാർട്സ് ഓഫ് സ്പീച്ച്, SPEECH, പാർട്സ് ഓഫ് സ്പീച്ച്. പാർട്സ് ഓഫ് സ്പീച്ച് ഹെഡിങ് കൊടുക്കുക.
എന്താണ്? മാം പ്രയർ. ക്ലിയർ ആവുന്നില്ല. എന്താണ് പറയുന്നത്? പ്രയർ ചൊല്ലിയില്ലെന്ന്. prayer പ്രയറോ? പ്രയർ ചൊല്ലിയില്ലെന്നല്ലേ? ഇന്നാരാ പ്രയർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ആരെങ്കിലും? യെസ് മാം. ഞാൻ പറയട്ടെ മാം. ആരാണ് പറയാൻ പോണ? പ്രദീപ് കൃഷ്ണ. ആ എന്റെ പേര് പ്രിൻസിയാണ് മാം. പ്രിൻസി. ഓക്കെ. Oh God, feeling thy presence, feeling thy grace, feeling thy radiance. You are my source of faith and strength. You are my path and destination, and I am always connected to you. Lead me higher, lead me deeper, lead me beyond, lead me to you. Thank you, ma'am. വെരി ഗുഡ്. Thank ഇത് you, ma'am. പ്രിൻസ് തനിയെ എഴുതിയതാണോ? ഓൺ വേർഡ്സ് ആണോ ഇതെല്ലാം? അല്ല മാം, മോന്റെ സ്കൂളത്തെയാണ്. ഓക്കെ. വെരി ഗുഡ് പ്രിൻസ്. താങ്ക് യു മാം. ഓക്കെ. അപ്പം ഇനി ക്ലാസ് എടുക്കാം. അപ്പൊ പാർട്സ് ഓഫ് സ്പീച്ച് ഒന്ന് ഹെഡിങ് കൊടുത്ത എല്ലാവരും. പാർട്സ് ഓഫ് സ്പീച്ച്. എന്നിട്ട് അത് 8 എണ്ണം ഉണ്ട്. അതൊന്ന് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്തേക്ക് ഏതൊക്കെയെന്നുള്ളത്. നൗൺസ്. ഫസ്റ്റ് വൺ നൗൺസ്. നൗൺസ്. പിന്നെ സെക്കൻഡ് വൺ പ്രോനൗൺ. പിന്നെ തേർഡ് വൺ വേർബ്. VERB വേർബ്. പിന്നെ അഡ്വേർബ്. ഫോർത്ത് വൺ അഡ്വേർബ്. AD വേർബ്. ADVERB അഡ്വേർബ്. Then adjective. Adjective ADJECTIVE adjective. Adjective. Preposition. 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 ഞാനിപ്പോ ജോയിൻ ചെയ്തോളെ. ബിനീഷ, നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാൻ ഞാൻ പറഞ്ഞാണ്. പാർട്സ് ഓഫ് സ്പീച്ച്. അപ്പൊ ആദ്യം തന്നെ ഹെഡിങ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് കൊടുക്ക്. പാർട്സ് ഓഫ് സ്പീച്ച്. ഇനി അത് 8 തരമുണ്ട്. 8 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പൊ ആദ്യത്തെ എഴുതിക്കോ നൗൺ. ആദ്യത്തത് നൗൺ. സെക്കൻഡ് വൺ പ്രോനൗൺ. തേർഡ് വൺ വേർബ്. നെക്സ്റ്റ് അഡ്വേർബ്. അടുത്തത് അഡ്ജക്റ്റീവ്. അടുത്തത് പ്രിപ്പോസിഷൻ. PREPOSITION പ്രിപ്പോസിഷൻ. അടുത്തത് കൺജങ്ഷൻ. CONJUNCTION കൺജങ്ഷൻ. അടുത്തത് ഇന്റർജെക്ഷൻ. INTERJECTION
INTERJECTION, ഇന്റർജെക്ഷൻ. അപ്പൊ ഇതാണ് 8 ടൈപ്പ് പാർട്സ് ഓഫ് സ്പീച്ച്. ഇനി ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് ഈ ഏതെങ്കിലും ഒരു കാറ്റഗറി പറഞ്ഞ 8 കാറ്റഗറിയിൽ വന്നിരിക്കും. അതാണ് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് പറഞ്ഞ നൗണും പ്രോനൗണും ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച് ഞാനൊന്ന് ലിസ്റ്റ് ചെയ്ത് തന്നുള്ളൂ. നമ്മൾ ഇനി ഓരോന്നായിട്ട് സെക്ഷൻ ആയിട്ട്. ഓ, മലയാളം മീനിങ് ഒന്ന് പറഞ്ഞു തരുമോ? പറയാം. അപ്പൊ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ നമ്മൾ ഒരു സെന്റൻസിൽ നമ്മൾ ഏതൊക്കെ ഇതാ യൂസ് ചെയ്യണത്, അത് ഈ 8 പാർട്സ് ഓഫ് സ്പീച്ചിലാണ് വരുന്നത്. ഇപ്പൊ ഈ 8 പേരുകൾ പറഞ്ഞില്ലേ, അതിന്റെ 8 പേരുകളിൽ വരുന്ന ഏതെങ്കിലും ഒരു സെന്റൻസ് അതിൽ വന്നിരിക്കും. അല്ലെങ്കിൽ സെന്റൻസ് ആണെങ്കിൽ വേർഡ് ആണെങ്കിൽ ഈ പറയുന്ന 8 കാര്യങ്ങൾ വന്നിരിക്കും. അപ്പൊ നമ്മ ഇപ്പൊ ഡിസ്കസ് ചെയ്യണത് ആദ്യത്തെ കാര്യം നൗണിനെ കുറിച്ചാണ്. നൗൺ ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ? നൗൺ പഠിച്ചില്ലേ? അപ്പൊ അതൊന്ന് ഞാൻ പറഞ്ഞു തന്നുള്ളൂ. പാർട്സ് ഓഫ് സ്പീച്ച് ഇത് ഓരോന്നാണ് നമ്മൾ ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നൗൺ പഠിക്കും, പ്രോനൗൺ, ദെൻ വേർബ്, അങ്ങനെ ഓരോന്ന് 8 പാർട്സ് നമ്മൾ പഠിക്കും. അപ്പൊ അത് ഞാനൊന്ന് പറഞ്ഞു തന്നുള്ളൂ. ഞാൻ നിങ്ങളുടെ നോട്ട്സിൽ അത് ഇൻക്ലൂഡഡ് അല്ല, അതുകൊണ്ട് ഞാനത് എക്സ്ട്രാ പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്കിനി നൗൺ എന്താന്ന് പഠിക്കാം. നൗൺ നമ്മളിപ്പോ കഴിഞ്ഞ്. നൗൺ എന്തൊക്കെയായിരുന്നു? നൗൺ എന്ന് പറയുന്നത് നൗൺ ഇസ് എ മലയാളത്തിൽ നാമം എന്ന് പറയണതല്ലേ? നൗൺ അത് തന്നെ, നാമം. നെയിമിംഗ് വേർഡ്. നെയിമിംഗ് വേർഡ്. നൗൺ എന്ന് പറയുന്നത് നമ്മള് ഒരു നെയിം കൊടുക്കുന്നത്, അതാണ് നൗൺ എന്ന് പറയുന്നത്. അത് പേഴ്സൺ ആവാം, പ്ലേസ് ആവാം, ഒരു തിങ് ആവാം. പിന്നെ നമ്മൾ അതിന്റെ കാറ്റഗറീസ് പഠിച്ച് നൗൺ 2 ആയിട്ട് തിരിച്ച് 4 കാറ്റഗറി നമ്മൾ പഠിച്ചു ബ്രോഡ്ലി ക്ലാസിഫൈഡ് ചെയ്തിട്ട്. അത് ഏതൊക്കെയായിരുന്നു? അങ്ങനെ പല അതിന്റെ ടൈപ്സ് നമ്മൾ പഠിച്ച്. പിന്നെ എന്താ പഠിച്ചത്? പിന്നെ അതിന്റെ ഒപ്പം നമ്മൾ സിംഗുലറും പ്ലൂറലും പഠിച്ച്. സിംഗുലർ എന്ന് വെച്ചാൽ ഒന്ന്, പ്ലൂറൽ എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ എ ഓർ ആനിന്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നെ, ആർട്ടിക്കിള്. സിംഗുലറിന്റെ ഒപ്പം എ, ആൻ എവിടെ യൂസ് ചെയ്യണത്? വവൽസിന്റെ ഒപ്പമാണ് ആൻ യൂസ് ചെയ്യണത്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? പിന്നെ ഇത് പറഞ്ഞ് കൗണ്ടബിൾസും അൺകൗണ്ടബിൾസിനെ കുറിച്ചും പറഞ്ഞു. കൗണ്ടബിൾസ് എന്ന് പറഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്തുക, എണ്ണാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ, അതാണ് കൗണ്ടബിൾ. അൺകൗണ്ടബിള് എണ്ണാൻ പറ്റാത്തത്, നമുക്ക് വേ ചെയ്യാൻ, തൂക്കി നോക്കാനോ എന്തെങ്കിലും പറ്റുന്നതാണ് അൺകൗണ്ടബിൾ. പിന്നെ നമ്മൾ എന്താ പറയാ, ഡിറ്റർമിനേഴ്സ് ഏതൊക്കെയായിരുന്നു? നൗണിന് തൊട്ടു മുമ്പായിട്ട് നൗണിനെ കുറിച്ച് ഒന്നും കൂടി ഒന്ന് വിശദീകരിച്ച് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ആണ് ഡിറ്റർമിനേഴ്സ്. അത് ഏതൊക്കെയായിരുന്നു? 1-2 എക്സാമ്പിൾ പറയാമോ? ഫോർ എക്സാമ്പിൾ നമ്മൾ അതൊക്കെയായിരുന്നു ഡിറ്റർമിനേഴ്സ്. പിന്നെ നമ്മൾ വെരി ഗുഡ്. പിന്നെ ജെൻഡർ പഠിച്ചില്ലേ? ജെൻഡർ മാസ്കുലൈനും ഫെമിനൈനും ന്യൂട്രൽ ജെൻഡർ. മാസ്കുലൈൻ എന്ന് പറഞ്ഞാൽ മെയില്, ആൺ, പുരുഷൻ. ഫീമെയിൽ എന്ന് പറഞ്ഞാൽ സ്ത്രീ, ഫീമെയിലിന്റെ ജെൻഡർ. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ മെയിൻലി അത് ആനിമൽസിനെ ആണ് കൂടുതൽ പറയുന്നത്. അപ്പൊ ഇത് രണ്ടും അല്ലാത്തത് അതിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മ ജെനിറ്റീവ്, പൊസഷൻ, ഒരു സാധനം ഇപ്പൊ ഒരാളുടെ എന്നുള്ള പൊസഷൻ കാണിക്കാൻ ജെനിറ്റീവ് പഠിച്ച്. അതല്ലേ അപ്പോസ്ട്രഫി എസ് ഇട്ടിട്ട്. ഇപ്പൊ രാമൂസ് ബുക്ക്, അപ്പൊ രാമു എന്ന് എഴുതിയിട്ട് നമ്മൾ അപ്പോസ്ട്രഫി എസ്, രാമുവിന്റെ ബുക്കാണെന്ന് നമ്മൾ കാണിക്കുന്നത് അപ്പോസ്ട്രഫി എസ്, അതിന് നമ്മൾ ജെനിറ്റീവ് ആണെന്ന് പഠിച്ചത്. അത്രയുമാണ് നൗണിൽ നമ്മൾ നോക്കിയത് അല്ലെ? ഇപ്പൊ ഒരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർ ആണോ, കോമൺ ആവണോ, അല്ലെങ്കിൽ അവിടെ കളക്റ്റീവ് ഉണ്ടാ എന്നൊക്കെ മനസ്സിലാവണില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ രാജ് ഈസ് സ്റ്റഡിയിങ് ഇൻ രാജഗിരി സ്കൂൾ. ഇതില് എന്തൊക്കെയുണ്ട്? രാജ് ഈസ് സ്റ്റഡിയിങ് ഇൻ രാജഗിരി സ്കൂൾ. ഇവിടെ ഈ രാജ് എന്ന് പറയുന്നത് എന്താണ്? പ്രോപ്പർ. പിന്നെ ഈ രാജിന് പകരം ഞാൻ ഒരു എ ബോയ് എന്ന് മാത്രമാണ് പറഞ്ഞെങ്കിൽ അതെന്താണ്? രാജഗിരി സ്കൂൾ എന്ന് പറഞ്ഞോണ്ട് അത് പ്രോപ്പർ നൗൺ. വെറും സ്കൂൾ ആണെന്നെങ്കിൽ
ഇത്രയൊക്കെയാണ് നൗൺസിൽ വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം, കേട്ടോ. ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഇത് കഴിഞ്ഞിട്ടാണ് പ്രോണൗണിലേക്ക് വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പ്രോണൗൺസ് എടുത്ത് അന്ന് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് എക്സസൈസ് ചെയ്യാനുണ്ടെന്ന്. അത് ഇത്തിരി ടൈപ്പിംഗ് പ്രോബ്ലം ഉണ്ടായിരുന്നോണ്ടാണ് അത് അന്ന് ചെയ്യിപ്പിക്കാറുള്ളത്. ഇപ്പൊ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻസ് എല്ലാരും കാണുന്നില്ലേ? കാണുന്നുണ്ടോ മാം? ആ ഓക്കെ. അപ്പൊ ഇതിൽ ചില സെന്റൻസസ് കറക്റ്റ് ആണ്, ചിലതിൽ ഇറ്റ് ഇസ് റോങ്, ചിലത് തെറ്റുണ്ട് കേട്ടോ. അപ്പം ആ തെറ്റുള്ള സെന്റൻസസ് ഏതാന്ന് കണ്ടുപിടിച്ച് എന്താണ് അത് റീറൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Where can we put all the furnitures? ഇതിലെന്താ? ഇത് കറക്റ്റ് ആണോ തെറ്റാണോ ഈ സെന്റൻസ്? ഫർണിച്ചേഴ്സ് ഒരുമിച്ച് വേണ്ടത്. അത് തന്നെ. ഫർണിച്ചേഴ്സ് വേണ്ട, ഫർണിച്ചർ മതി കേട്ടോ. അപ്പൊ ഇവിടെ ഫർണിച്ചർ എന്നാക്കിയാൽ മതി. ഓക്കെ. ഇനി അടുത്ത് ബി. വി നീഡ് സം മോർ അഡ്വൈസസ്. മോറ് വേണ്ട, സം അഡ്വൈസ്. അല്ലെങ്കിലും അഡ്വൈസ് മതി. അഡ്വൈസസ് വേണ്ട, അഡ്വൈസ് മതി. അഡ്വൈസ് മതി. നമുക്ക് സം മോർ മാറ്റി എ പീസ് ഓഫ് എന്നാക്കാം. അല്ലെങ്കിൽ വേണ്ട, അഡ്വൈസസ് മാത്രം മാറ്റി അഡ്വൈസ് ആക്കിയാൽ മതി. ഇവിടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് ക്വസ്റ്റ്യനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, എങ്ങനെ വേണമെങ്കിലും നമുക്ക് തിരുത്തിയാൽ മതി. അഡ്വൈസ് ഏറ്റവും ഈസി വേ അതല്ലേ, അഡ്വൈസസ് മാറ്റി അഡ്വൈസ് ആക്കാം. സമ്മോറ് മാറ്റി പീസ് ഓഫ് എന്നൊക്കെ ആക്കാം. അത് പക്ഷെ നമുക്കിവിടെ ഏറ്റവും ഈസി ആയിട്ടുള്ള വേ ഇതിലുള്ളത്. അപ്പൊ അഡ്വൈസസ് മാറ്റി അഡ്വൈസ് ആക്കാം. ഇനി അടുത്തത്, ദ ട്രാഫിക്സ് സീം ടു ഗെറ്റ് വേഴ്സ് എവറി ഡേ. ട്രാഫിക് മതി. അല്ലെ, ട്രാഫിക്. ഇപ്പൊ ട്രാഫിക് ഇതെല്ലാരും എഴുതി വെക്കട്ടോ ഇതിന്റെ ആൻസേഴ്സ്. കഴിഞ്ഞില്ലേ അത്? അടുത്ത പറഞ്ഞോട്ടെ. കഴിഞ്ഞു മാം. ഓക്കെ. അടുത്ത്, വാട്ട് ബ്യൂട്ടിഫുൾ ഡെക്കോർസ്. വാട്ട് എ ബ്യൂട്ടിഫുൾ വാട്ട് എ ബ്യൂട്ടിഫുൾ. അപ്പൊ ഇവിടെ ഒരു നമുക്ക് ആദ്യം ഡെക്കോർസ് മാറ്റി ഡെക്കോർ ആക്കണം. പിന്നെ അതേപോലെ തന്നെ ഒരു എയും ഇവിടെ ആഡ് ചെയ്യാം. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡെക്കോർ എന്നാക്കണം കേട്ടോ. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡെക്കോർ. ആ ഡെക്കോർസിന്റെ എസ് മാറ്റി ഡെക്കോർ എന്ന് ആക്കണം. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡെക്കോർ. അവിടെ എന്തോ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ടേക്കണത്. ഇത് കണ്ടില്ല, ഇതിനെയാണ് ഈ എക്സ്ക്ലമേഷൻ മാർക്ക് എന്ന് പറയണത്. ഇതെന്തുകൊണ്ടാ അങ്ങനെ ഇട്ടേക്കണത്? അവിടെ കണ്ട ആശ്ചര്യചിഹ്നം. സംതിങ് ഷോസ് ഫീലിംഗ്, എന്തോ ഒരു ഫീലിംഗ് ആയിട്ടാണ് പറയുന്നത്. എന്തോ ആശ്ചര്യത്തോടെയാണല്ലേ പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ എക്സ്ക്ലമേഷൻ പറയുന്നത്. ഇനി ഇതില് അടുത്തത് നോക്കിയേ. It is a disgrace to serve. സ്ക്രീനിൽ കാണുന്നില്ല. കാണുന്നില്ലേ? യെസ് മാം കാണാണ്ട്. ഒന്നും കൂടി നോക്കട്ടെ. കാണുന്നുണ്ടല്ലോ. ബാക്കി എല്ലാവർക്കും നെറ്റ്വർക്ക് ഇഷ്യൂ വല്ലതും ഉണ്ടാന്ന് നോക്കട്ടോ. കുറച്ചുനേരം ഇപ്പൊ കാണുന്നുണ്ട്. ഓക്കെ. കാണുന്നില്ല. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാന്നൊന്ന് നോക്കട്ടോ. കാരണം ബാക്കി എല്ലാവരും കാണുന്നുണ്ടല്ലോ. ഒന്ന്
ഒന്നും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് നോക്ക്. ലെഫ്റ്റ് ആയിട്ട് ഒന്നും കൂടി ജോയിൻ ചെയ്ത് നോക്ക്. ചിലപ്പോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ കിട്ടിക്കോളൂ. അടുത്ത സെന്റൻസ് നോക്കി. ഇറ്റ് ഈസ് എ ഡിസ്ഗ്രേസ് ടു സെർവ് സച്ച് പുവർ ഫുഡ്. It is disgrace to serve such a poor food. സച്ച് ഇവിടെ ഒരു എ ഇട്ടാ മതി കേട്ടോ. സച്ച് എ പുവർ ഫുഡ്, ഇവിടെ ഒരു എ ഇട്ടാ മതി. സച്ച് എ പുവർ ഫുഡ്. ഇറ്റ് ഇസ് എ ഡിസ്ഗ്രേസ് ടു സെർവ് സച്ച് എ പുവർ ഫുഡ്. അടുത്ത് എഫ്. ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് ഫൺ ഇഫ് വി കുഡ് ഗോ ടുഗദർ. It would be a great അതേപോലെ തന്നെ എ ചേർക്കണം. ഇറ്റ് വുഡ് ബി എ ഗ്രേറ്റ് ഫൺ. അത് തന്നെ, ഇവിടെയും ഒരു എ ചേർത്താൽ മതി. ഇറ്റ് വുഡ് ബി എ ഗ്രേറ്റ് ഫൺ ഇഫ് വി കുഡ് ഗോ ടുഗദർ. ഞാൻ അടുത്ത് ജി നോക്കിയേ. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഹിയറിംഗ്. ഇത് ഇവിടെ കണ്ടില്ലേ, ഇതത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. അത് ഹിയറിംഗ്, അത് നമ്മുടെ വേർബിൽ വന്നതാണത്. ഹിയറിംഗ് അല്ല കേട്ടോ, അവിടെ ഹിയർ ആണ്. ക്വസ്റ്റ്യനിൽ തെറ്റുണ്ട്. നമുക്ക് ഇവിടെ ചേർക്കേണ്ടത് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഹിയർ, പിന്നെന്താ ഇവിടെ ഒരു എ ചേർക്കണം കേട്ടോ. ഇവിടെ ഈ ഹിയറിംഗ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു എ ചേർക്കണം. ഹിയറിംഗ് അല്ല, സോറി, ഹിയർ ആക്കണം കേട്ടോ അവിടെ. അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണത്. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഹിയർ എ ഗുഡ് ന്യൂസ് ഫ്രം യു. അങ്ങനെ കറക്റ്റ് ആക്കി എഴുതട്ടാ. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഹിയർ. ടു വരുമ്പോ നമ്മൾ ഫസ്റ്റ് ഫോമാണ്. ഇപ്പൊ ഹിയർ എന്നുള്ള ഫോമാണ് നമ്മൾ ടൂവിന്റെ ഒപ്പം യൂസ് ചെയ്യുള്ളൂ. ING ഒന്നും യൂസ് ചെയ്യൂല. ടു എന്ന് പറയുമ്പോ ഹിയർ. ടു ഹിയർ എ ഗുഡ് ന്യൂസ് ഫ്രം യു. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഹിയർ എ ഗുഡ് ന്യൂസ് ഫ്രം യു. അടുത്ത് there was no spaces in the car for our entire luggage. സ്പേസസ് വേണ്ട, ഇവിടെ സ്പേസ് മതി. there was no space. ഇനി അടുത്ത് he is seeking employment in the foreign service. Service. He seeks employment. Is seeking employment in foreign service. In foreign service. അല്ല, ഒന്നും കൂടി നോക്കിയേ. he is seeking employment in the foreign service. വെരി ഗുഡ്. ആൻ ചേർത്താ മതി. നമ്മൾ നേരത്തെ എ ചേർത്തില്ല. ഇവിടെ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് വവൽ അല്ലേ, ഇ. അവിടെ എന് ആൻ ചേർക്കണം. he is seeking an employment. ആൻ എന്തുകൊണ്ടാ വന്നത്? അവിടെ എംപ്ലോയ്മെന്റിന്റെ ഫസ്റ്റ് വേർഡ് ഇ ആണ്. ഫസ്റ്റ് ലെറ്റർ ഇ അല്ലേ. ഇ എന്ന് പറയുന്നത് വവൽ. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ആൻ ചേർക്കുന്നത്. അപ്പൊ he is seeking an employment in the foreign service. Okay. അടുത്ത നോക്കിയത് they were not satisfied with the new equipment. Equipments. They are not. അത് They are not satisfied. ഇതില് They were not ഇത് കറക്റ്റ് ഇതിലൊരു തെറ്റില്ല. they were not satisfied. ഇതിലൊരു equipment കറക്റ്റ് With the ഇല്ല. വേണ്ട, അത് കറക്റ്റ് Mistake ഇല്ലെന്ന് തോന്നുന്നു മാഡം. ഇല്ല, മിസ്റ്റേക്ക് ഇല്ല.
അത് കറക്റ്റ് സെന്റൻസ്. ജെയിന് ഒരു ചേഞ്ചും ഇല്ല കേട്ടോ, അത് കറക്റ്റ് സെന്റൻസ്. അസമയം എക്യുപ്മെന്റ്സ് എന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇതിപ്പോ കറക്റ്റ് സെന്റൻസ് ആണ്. ഓക്കെ, അടുത്ത നോക്കിയേ. കെ, ഡു യു വാണ്ട് എനി മണി ഫോർ സ്റ്റേഷനറീസ്? Do you want money? Do you want money? സമ്മണിയാണോ? ഇനി വേണ്ടാന്ന് തോന്നുന്നു. എനി കുഴപ്പമില്ല. സ്റ്റേഷനറീസ് വേണ്ട. Stationery. അപ്പൊ സ്പെല്ലിംഗ് നോക്കണം കേട്ടോ. 6 കഴിഞ്ഞിട്ട് വൈ ഇടണം. സ്റ്റേഷനറിയുടെ സ്പെല്ലിംഗ് STATIONERY. IES അല്ല, വൈ കേട്ടോ. വൈ സ്റ്റേഷനറി. ഓക്കെ, അടുത്ത നോക്കിയേ. ഷീ ഗേവ് മീ ഗുഡ് അഡ്വൈസ്. She gave me a good advice. അവിടെ ഒരു ഏ ചേർക്കണം. ഷീ ഗേവ് മീ എ ഗുഡ് അഡ്വൈസ്. എ ഗുഡ് അഡ്വൈസ്. ഷീ ഗേവ് മീ എ ഗുഡ് അഡ്വൈസ്. അടുത്ത്, ഹാവ് യു ഡൺ യുവർ ഹോംവർക്സ്? Homework is എസ് വേണ്ട. അതെ, എസ് വേണ്ട. ഹോംവർക്ക് എന്ന് മതി. എസ് വേണ്ട. ഹാവ് യു ഡൺ യുവർ ഹോംവർക്ക് എന്ന് മതി. അടുത്ത സെന്റൻസ് നോക്കിയോ. ഓൾ ദ മെഷീനറി ഹാസ് ബീൻ റിപ്പയർഡ്. Have been. വേണ്ട. ഹാസ് കറക്റ്റ് ആണ്. അത് കറക്റ്റ് സെന്റൻസ്. തെറ്റൊന്നുമില്ല. തെറ്റില്ല അത്. അപ്പൊ all the വന്നിട്ടില്ലേ വേണം. അതുകൊണ്ട് അതെന്താ പറഞ്ഞത്? ഒറ്റ ഗ്രൂപ്പായിട്ടല്ലേ അത് എടുത്തേക്കണത്. മെഷീനറി എന്ന് പറഞ്ഞ ഒറ്റ ഗ്രൂപ്പായിട്ട് ഇവിടെ പറയണത്. അതുകൊണ്ടാണ് അവിടെ ഹാസ് വന്നേക്കണം. അല്ലെങ്കിൽ പ്ലൂറൽ ആയിട്ട് മെഷീനറി വന്നപ്പോ ഓർത്ത് ഹാസ് ആണെന്ന് ഓർത്ത്. പക്ഷെ ഓൾ എന്ന് പറയുമ്പം അത്ര പ്ലൂറൽ ആയിട്ടല്ലേ പ്ലൂറൽ. ഓൾ വരുമ്പോ കുറെ ഉണ്ടല്ലോ. അപ്പൊ ശരിക്കും ഹാസ്. പക്ഷെ ഇപ്പൊ നമ്മൾ ഓൾ എന്ന് പറഞ്ഞ ഒറ്റ ഗ്രൂപ്പായിട്ട് ഇവിടെ പറയണത്. അതുകൊണ്ടാണ് ഹാസ്. കുഴപ്പമില്ല, ഈ സെന്റൻസ് കറക്റ്റ് ആണ്. ഓക്കെ. ഇനി അടുത്ത സെന്റൻസ് നോക്കിയേ. I heard a loud laughter. I have heard a loud laughter. ഇതും കറക്റ്റ് ആണ്. കറക്റ്റ് ആണ്. I heard a loud laughter in the next room. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ കിട്ടിയാ? ഞാൻ ഒന്നും കൂടി പറയണോ? ഒന്നും കൂടി പറയുന്ന. പറയാം. ഓക്കെ, ആദ്യത്തത് വേർ ക്യാൻ വി പുട്ട് ഓൾ ദ ഫർണിച്ചേഴ്സ്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഫർണിച്ചർ എന്നാക്ക്. എസ് വേണ്ട. ഫർണിച്ചർ. FURNITURE മതി. എസ് വേണ്ട. ഫർണിച്ചർ എന്നാക്ക് ഫസ്റ്റ്. അപ്പൊ വേർ ക്യാൻ വി പുട്ട് ഓൾ ദ ഫർണിച്ചർ? അടുത്തത് ബി, വി നീഡ് സം മോർ അഡ്വൈസസ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ അഡ്വൈസസ് വേണ്ട. അഡ്വൈസ്. വി നീഡ് മോർ അഡ്വൈസ്. എസ് ഇല്ല അവിടെ. ADVICE വരെ മതി. അഡ്വൈസ്. സം മോർ അഡ്വൈസ്. ഇനി ക്വസ്റ്റ്യൻ സി, ദ ട്രാഫിക്സ് സീം ടു ഗെറ്റ് വേഴ്സ് എവറി ഡേ. അവിടെ ട്രാഫിക്സ് വേണ്ട. ട്രാഫിക്. The traffic seem to get worse every day. Traffic എന്ന് മതി. ട്രാഫിക്സ്. എസ് വേണ്ട. ട്രാഫിക് മതി.
അടുത്തത് ഡി വാട്ട് ബ്യൂട്ടിഫുൾ ഡെക്കോർസ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതില് കറക്റ്റ് പറഞ്ഞത് വാട്ട് എ ബ്യൂട്ടിഫുൾ ഡെക്കോർ മതി. ഡെക്കോർസ് വേണ്ട, എസ് വേണ്ട. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡെക്കോർ. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡെക്കോർ. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡെക്കോർ. Question E. It is a disgrace to serve such a poor food. A. അവിടെ such a poor food. Such a poor food. ആ poorന് മുമ്പിൽ a ആഡ് ചെയ്യണം. A poor food. അടുത്ത question F. It would be, അവിടെയും a ചേർക്കണം. It would be a great fun. It would be a great fun if we could go together. It would be a great fun if we could go together. G. I am looking forward. അവിടെ ഹിയറിങ്ങിന് പകരം ഹിയർ, അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. അത് നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് ഗുഡ് ന്യൂസിന്റെ അവിടെ എ ചേർക്കണം. ഗുഡിന് മുമ്പായിട്ട് എ ചേർത്താൽ മതി. അപ്പൊ ആൻസർ ഇങ്ങനെ വരും. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ഹിയർ എ ഗുഡ് ന്യൂസ്. എ ഗുഡ് ന്യൂസ് ഫ്രം യു. എ ഗുഡിന് മുമ്പ് എ ചേർക്കാം. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഹിയർ എ ഗുഡ് ന്യൂസ് ഫ്രം യു. Exercise H, question number H. There was no spaces in the car for our entire luggage. അപ്പൊ സ്പേസസ് വേണ്ട, സ്പേസ് മതി. There was no space. സ്പേസസ് വേണ്ട, സ്പേസ്. There was no space in the car for our entire luggage. അടുത്തത് he is seeking an employment. എംപ്ലോയ്മെന്റ്, ഈ എംപ്ലോയ്മെന്റിന് മുമ്പ് ആൻ ചേർക്കണം. ആൻ, കാരണം ഈ വെച്ചിട്ടാണ് എംപ്ലോയ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു വവലാണ്. അപ്പൊ വവലിന് മുമ്പിൽ നമ്മൾ ആൻ ചേർക്കണം. he is seeking an employment in the foreign service. An employment in the foreign service. അടുത്തത് ജെ കറക്റ്റ് സെന്റൻസ് ആണ്. they were not satisfied with the new equipment. അത് കറക്റ്റ് സെന്റൻസ് ആണ്. അടുത്തത് കെ. do you want any money for stationaries? അല്ല, സ്റ്റേഷനറി. സ്റ്റേഷനറി അപ്പൊ സ്പെല്ലിംഗ് വ്യത്യാസം വരും. STATIONERY. IESന് പകരം R കഴിഞ്ഞിട്ട് Y എഴുതിയാൽ മതി അവിടെ. STATIONERY. IESന് പകരം Y ഇട്ടാ. അപ്പൊ സ്റ്റേഷനറി എന്നാവും. do you want any money for stationery? അടുത്തത് she gave me a good advice. ഗുഡിന് മുമ്പ് എ ചേർക്കും. she gave me a good advice. she gave me a good advice. അടുത്തത് have you done your homeworks? അതിന് വേണ്ട, ഹോംവർക്ക്. എസ് മാറ്റിയാൽ മതി. ഹോംവർക്സ് അല്ല, ഹോംവർക്ക്. അപ്പൊ ഹോംവർക്ക് എന്നാക്കിയാൽ മതി. അത് ഹാവ് യു ഡൺ യുവർ ഹോംവർക്ക്. അത് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ മാർക്ക്. പിന്നെ അടുത്ത രണ്ട് ക്വസ്റ്റ്യനും തെറ്റില്ല. ഇറ്റ്സ് എ റൈറ്റ് സെന്റൻസ്. ഓൾ ദ മെഷീനറി ഹാസ് ബീൻ റിപ്പയർഡ്. ഐ ഹേർഡ് എ ലൗഡ് ലാഫ്റ്റർ ഇൻ ദ നെക്സ്റ്റ് റൂം. ഓക്കെ, എല്ലാവർക്കും കിട്ടിയില്ലേ ഇത് ആൻസേഴ്സ്? എഴുതിയില്ലേ എല്ലാവരും? മാം ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഇതിലിപ്പോ എന്താ കൺസോണൻസും വവൽസും അതേപോലെ സിംഗുലർ ഉള്ളത് പ്ലൂരൽ ആക്കാൻ അങ്ങനെയൊക്കെ അല്ലേ വന്നിട്ടുള്ളൂ? വേറൊന്നും പ്രത്യേകിച്ചില്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല ഇല്ല. ഇപ്പൊ നമ്മ നൗൺസിൽ ഈ സെക്ഷനിൽ അങ്ങനെയൊക്കെ ഉള്ളൂ. ഓക്കെ. ഇനി നമുക്ക് അടുത്ത എക്സസൈസ് നോക്കാം കേട്ടോ.
അടുത്ത് റീറൈറ്റ് ദ ഫോളോയിങ് സെന്റൻസസ് സിംഗുലറൈസിങ് ദ പ്ലൂറൽ. അപ്പൊ ഈ തന്നേക്കുന്ന സെന്റൻസസ് ഒക്കെ പ്ലൂറൽ ആണ്. പ്ലൂറൽ എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതലുള്ള സെന്റൻസസ് ആണ് ഇതെല്ലാം. ഇനി ഇതിനെല്ലാം നമുക്ക് സിംഗുലറൈസ് ചെയ്യണം. സിംഗുലറൈസ് കഴിഞ്ഞാൽ ഈ ഒന്നാക്കണം. അതായത് ഒന്നിൽ കൂടുതലുള്ളതിനെ ഒന്നാക്കണം, മോർ ദാൻ വണ്ണിനെ വണ്ണാക്കണം കേട്ടാ. അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഫസ്റ്റത്തത് എലിഫന്റ്സ് ആർ ആനിമൽസ്. എലിഫന്റ്സ് ആർ The elephant is എലിഫന്റ്സ്. ഫസ്റ്റ് ഇവിടെ എലിഫന്റ്സ് നോക്കണം. എലിഫന്റ്സ് എന്ന് പറയുന്നത് എലിഫന്റ്സ് എന്ന് പറഞ്ഞ പ്ലൂറൽ. അതിന്റെ സിംഗുലർ എന്താ? എലിഫന്റ്സിന്റെ സിംഗുലർ എന്താ? elephant. എലിഫന്റ് മാറിയിട്ട് ആൻ എലിഫന്റ് ആകും. ആൻ എലിഫന്റ്. പിന്നെ അടുത്ത വേർബാണ് കിടക്കുന്നത്. ആറ് എന്ന് പറയുന്നത് പ്ലൂറൽ വേർബാണ്. അത് നമുക്ക് സിംഗുലർ ആയിട്ട് എഴുതുന്നത് ഇസ് ആണ് കേട്ടോ. ആറിന്റെ സിംഗുലർ ഇസ് ആണ്. അപ്പൊ ആൻ എലിഫന്റ് ഇസ്. അടുത്തത് എന്താ? ആനിമൽസ്. ആനിമൽസിന്റെ പ്ലൂറൽ എന്താ? അല്ല സോറി, സിംഗുലർ എന്താ? ആൻ ആനിമൽ. അപ്പൊ ആൻ എലിഫന്റ് ഇസ് ആൻ ആനിമൽ. എഴുതി. അപ്പൊ ആൻ എലിഫന്റ് ഇസ് ആൻ ആനിമൽ. എലിഫന്റ്സ് മാറി ആൻ എലിഫന്റ് ആയി, ആറ് മാറി ഇസ് ആയി, ആനിമൽസ് മാറി ആൻ ആനിമൽ. ഹലോ മിസ്സേ, പറയാം. എനിക്ക് കിട്ടിയ PDF-നകത്തേ ലയൺസ് ആർ ആനിമൽസ് എന്നാ കിടക്കുന്നത്. ആണോ? അതെ അതെ. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ആക്കട്ടെ, കറക്റ്റ് ആണ്. ആണോ? അത് ആദ്യം ഇട്ട് ഇതില് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ ഞാൻ രണ്ടാമത് പറഞ്ഞത് ശരിയാക്കിച്ചതാണത് ഈ രണ്ട് എക്സസൈസും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കറക്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് എഴുതിയെടുക്കും. എലിഫന്റ് ഇവിടെ കൊടുക്കുന്ന ലയണോ അത് വേണ്ടല്ലേ? അത് കുഴപ്പമില്ല. അപ്പൊ ലയൻസ് ആണെങ്കിലും കുഴപ്പമില്ല, അറിഞ്ഞാൽ മതി. ലയൻസ് എ ലയൻ ആകും, എലിഫന്റ്സ് ആൻ എലിഫന്റ് ആകും. നേരത്തെ നമ്മൾ ചെയ്ത എക്സസൈസില്ലേ, അതിൽ കുറെ തെറ്റുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞ് ടൈപ്പ് മിസ്റ്റേക്ക് ആയിരുന്നത് ശരിയാക്കിച്ചതാണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതെ. ഓക്കെ. അപ്പൊ ലയൺസ്, അപ്പൊ അത് ലയൺ അതിന്റെ സിംഗുലർ എ ലയൺ. ഇവിടെ എലിഫന്റ് ഇ ആയതുകൊണ്ടാണ് നമ്മൾ ആൻ എലിഫന്റ് എന്ന് എഴുതിയെന്നുള്ളൂ. അത് കുഴപ്പമില്ല. അപ്പൊ ഫസ്റ്റത്തെ ആൻസർ കിട്ടില്ലേ? ആൻ എലിഫന്റ് ഇസ് ആൻ ആനിമൽ. ഇനി അടുത്ത് ബി നോക്കിക്കേ. ഡോഗ്സ് ആർ ഗുഡ് ഫ്രണ്ട്സ്. ഡോഗ്സ് മാറിയിട്ട് എ ഡോഗ് ആകും. എ ഡോഗ്. ആറ് നേരത്തെ ഞാൻ പറഞ്ഞ ആറ് പ്ലൂറലാണ്. അപ്പൊ നമുക്ക് ഇസ് ആക്കും. അപ്പൊ എ ഡോഗ് ഇസ് ഗുഡ് ഫ്രണ്ട്സിനുള്ളതിന് നമ്മള് ഫ്രണ്ട്സ് മാറി ഫ്രണ്ട് ആകും. പിന്നെ ഫ്രണ്ട് എന്ന് പറയുമ്പോ ഒരു ഇത് കൂടെ നമുക്ക് എയും കൂടെ ചേർക്കണ്ടേ. അപ്പൊ ഡോഗ്സ് ആർ എ ഗുഡ് ഫ്രണ്ട്. ഗുഡ് ഫ്രണ്ട്. നമ്മ പിന്നെ ഗുഡ് എ ഫ്രണ്ട് എന്ന് പറയൂല, എ ഗുഡ് ഫ്രണ്ട്. കണ്ട, ആ ഗുഡും ഫ്രണ്ടും ഒരുമിച്ചാ പറയണം. അതിന് മുമ്പാണ് നമ്മൾ എ യൂസ് ചെയ്യണത്. ഈ ഗുഡിന് മുമ്പാണ് കേട്ടോ എ ഇടണത്, അല്ലാണ്ട് ഫ്രണ്ടിന് മുമ്പല്ല. അപ്പൊ എ ഡോഗ് ഇസ് എ ഗുഡ് ഫ്രണ്ട്. എ ഡോഗ് ഇസ് എ ഗുഡ് ഫ്രണ്ട്. A dog is a good friend. Good friend. A dog is a good friend. A dog is a good friend. Dog is a good friend. ഓക്കെ, എഴുതിയില്ല എല്ലാരും? ഓക്കെ. അടുത്ത നോക്കിയേ. ക്ലാസ് റൂംസ് ഹാവ് ബ്ലാക്ക് ബോർഡ്സ്.
classrooms have blackboards. A classroom has has a blackboard. Okay. Classrooms മാറി a classroom now. Classrooms മാറി a classroom. A classroom. പിന്നെ ഇവിടെ ഹാവ് വന്നിട്ടുണ്ട്. അപ്പൊ ഹാവ് ഹാസ് ആവും. നമ്മൾ നേരത്തെ 6 ഇസ് ആയ പോലെ ഹാവ് പ്ലൂറലിന് ഉപയോഗിക്കുന്നത്. അപ്പൊ ഹാവ് മാറി ഇവിടെ ഹാസ് ആകും. അപ്പൊ എ ക്ലാസ് റൂം ഹാസ് എ ക്ലാസ് റൂം ഹാസ് എ ബ്ലാക്ക് ബോർഡ്. എ ക്ലാസ് റൂം ഹാസ് എ ബ്ലാക്ക് ബോർഡ്. എ ക്ലാസ് റൂം ഹാസ് എ ബ്ലാക്ക് ബോർഡ്. ഒരു സംശയം ചോദിച്ചോട്ടെ. ചോദിച്ചോ. ഈ എ ഡോഗ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഡോഗ് എന്ന് മാത്രം എഴുതിയാല് ശരിയാണോ അത്? അല്ല, തെറ്റാണത്. കാരണം ഡോഗ് എ ഡോഗ് എന്ന് തന്നെ എഴുതണം. കാരണം അത് സിംഗുലർ ആണ്. സിംഗുലറിനൊപ്പം നമ്മൾ എ പറയും. പ്രോപ്പർലി ഗ്രാമറ്റിക്കലി കറക്റ്റ് ആവണമെങ്കിൽ എ പറയണം. അല്ലെങ്കിൽ പിന്നെ ദ പറയാം. ഇപ്പൊ നമ്മൾ കുറെ ഒരു പെർട്ടിക്കുലർ ഞാനൊരു സെന്റൻസ് ഇങ്ങനെ പറഞ്ഞിരിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡോഗിനെ കുറിച്ചാണ് രണ്ടാമത് പറയണമെങ്കിൽ നമുക്ക് ദ ഡോഗ് എന്ന് പറയാം. അല്ലെങ്കിൽ എ ഡോഗ് പറയണം. എന്നാലും അത് ഗ്രാമറ്റിക്കലി അത് കറക്റ്റ് ആവുള്ളൂ. അപ്പൊ എഴുതിയ എ ക്ലാസ് റൂം ഹാസ് എ ബ്ലാക്ക് ബോർഡ്. ഓക്കെ, അടുത്തത് നോക്കിയേ. ഡി, റോസസ് ആർ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. A rose is a beautiful ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ റോസസ് മാറിയിട്ട് എ റോസ് ആകും. എ റോസ്. ആറ് മാറിയിട്ട് ഇസ് ആകും. എ റോസ് ഇസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. ബ്യൂട്ടിഫുൾ ഫ്ലവർ. ബ്യൂട്ടിഫുൾ ഫ്ലവർ. എ റോസ് ഇസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. എ റോസ് ഇസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. ഇവിടെയൊക്കെ നമ്മ ഇപ്പൊ ബ്യൂട്ടിഫുൾ ഫ്ലവർ, ബ്യൂട്ടിഫുൾ എ ഫ്ലവർ എന്നല്ല പറയണത്, എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. കണ്ട, ബ്യൂട്ടിഫുളിന് മുമ്പ് നേരത്തെ നമ്മൾ ഗുഡ് എഴുതിയപ്പോഴും ഗുഡിന് മുമ്പാണ് എ പറയണത് കേട്ടാ. അപ്പൊ അതിനെ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്ന വേർഡിന്റെ ഒപ്പം തന്നെ അത് രണ്ടും ജോയിൻ ആക്കിയാൽ നമ്മൾ പറയുന്നത്. എ റോസ് ബ്യൂട്ടിഫുൾ ഫ്ലവർ. എ റോസ് ഇസ് ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഗ്രാമറ്റിക്കലി കറക്റ്റ് ആവണമെങ്കിൽ മീനിങ്ങിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മീനിങ്ങില് നമ്മ ഒരു റോസ് ബ്യൂട്ടിഫുൾ ഫ്ലവർ ആണെന്ന് പറയുന്നത്. പക്ഷെ അത് ഗ്രാമറ്റിക്കലി കറക്റ്റ് ആണ്. എ വേണം. എ വന്നം, എന്നാലും അത് ഗ്രാമറ്റിക്കലി കറക്റ്റ് ആവുള്ളൂ. അല്ലാണ്ട് ഇതിന് മീനിങ് ഒരു വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഗ്രാമർ പഠിക്കണം എന്തിനാ? ഗ്രാമറ്റിക്കലി കറക്റ്റ് ആവണമെങ്കിൽ എ വന്നിരിക്കണം. അല്ലെങ്കിൽ ആർട്ടിക്കിൾ യൂസ് ചെയ്തിരിക്കണം. But a rose is a beautiful flower. അടുത്ത്, cities are big towns. A city is a big town. Okay. Most cities are big towns. City is a big town. A city is a big town. തനിയെ ചെയ്യാൻ പറ്റുന്നില്ല ഇതെല്ലാം. Most cities are big towns എന്ന് പറയാൻ പറ്റുമോ? Most cities are big towns. കുഴപ്പമില്ല. നമുക്ക് ഇവിടെ സിംഗുലറൈസ് ചെയ്യാൻ പറഞ്ഞേക്കണം. എല്ലാം സിംഗുലർ ആക്കി എഴുതാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണം. അപ്പൊ അതാണ് നമ്മൾ സിറ്റീസ് മാറ്റിയിട്ട് സിറ്റി ആക്കണത്. എ സിറ്റി എന്നാക്കും. അപ്പൊ നമ്മൾ മോർ ആഡ് ചെയ്യുമ്പോൾ സിംഗുലർ മാറുമോ? മോറ് ഇവിടെ എന്ത് മോസ്റ്റ് സിറ്റീസ്, അപ്പോൾ സിറ്റീസ് അല്ലേ അവിടെ കിടക്കുന്നത്. അപ്പൊ എല്ലാം സിംഗുലർ ആക്കാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണം. എല്ലാം ഇപ്പൊ പറഞ്ഞേക്കണ ക്വസ്റ്റ്യൻ മൊത്തം സിംഗുലർ ആക്കി എഴുതാനാണ് നമുക്ക് ഇവിടെ പറഞ്ഞേക്കണത്. ഇപ്പൊ മോസ്റ്റ് സിറ്റീസ് എന്ന് പറയാൻ അപ്പോഴും അത് പ്ലൂറൽ തന്നെയല്ലേ.
ഓക്കെ ഓക്കെ. മോസ്റ്റ് സിറ്റീസ്. അപ്പൊ ഇവിടെ സിറ്റിയുടെ സ്പെല്ലിംഗ് CITY ആണ് കേട്ടാ. IES മാറിയിട്ട് CITY. അപ്പൊ എ സിറ്റി CITY. A city is a big town. A big town. A city is a big town. Okay, അടുത്ത നോക്കിയേ, F നോക്കിക്കേ. Policemen wear caps. A policeman wear A policeman wears a cap. വെരി ഗുഡ് അതാണ് കറക്റ്റ് സെന്റൻസ് കേട്ടാ. അപ്പൊ എങ്ങനെയാണ് പോലീസ്മെൻ മാറിയിട്ട് പോലീസ്മാൻ, എ പോലീസ്മാൻ, പോലീസ്മെൻ മാറ്റിയിട്ട് എ പോലീസ്മാൻ, MAN കേട്ടാ. എ പോലീസ്മാൻ. പോലീസ്മാൻ. ഇനി ഇവിടെ വിയർ, അത് അടുത്ത വേർബിന്റെ സെക്ഷനിൽ വന്നതാണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ വിയറിന് പകരം വിയേഴ്സ് എന്ന് എഴുതി വെച്ചോ, S ആഡ് ചെയ്ത് എഴുതി വെച്ചോ. അത് ഞാൻ വേർബ്സിന്റെ സെക്ഷനിൽ അത് പറഞ്ഞുതരാം. പോലീസ്മാൻ വിയേഴ്സ്. പോലീസ് മെന്നിന്റെ ഒപ്പം വിയർ ആണെങ്കിൽ പോലീസ് മാനിന്റെ ഒപ്പം നമ്മൾ വിയേഴ്സ്, അതായത് S ഫോം ആണ് സിംഗുലർ. വേർബില് S ഫോം എന്ന് പറയുന്നത് സിംഗുലർ ഫോമാണ്. നമ്മൾ നൗണില് S ഫോം പറഞ്ഞത് പ്ലൂറൽസിനല്ലേ, ഇപ്പൊ ബോയ്സ് ഗേൾസ് അതൊക്കെ നൗണില് S ഉള്ളത് ഇതാണ് പ്ലൂറൽ ആർന്ന്. ബട്ട് ഈ വേർബിൽ വരുമ്പോ അത് വേർബ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, എന്നാലും ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചേക്ക് നിങ്ങൾ. അപ്പൊ വേർബില് എസ് ഫോം എന്ന് പറയുന്നത് സിംഗുലർ ഫോമാണ്. വേർബില് ഓപ്പോസിറ്റ് ആയിട്ട് വരും. അപ്പൊ ഇവിടെ പോലീസ്മെൻ വേർ എന്നുള്ളത് നമ്മൾ പോലീസ് മാൻ ആക്കി കഴിഞ്ഞപ്പോ എ പോലീസ് മാൻ ആക്കി കഴിയുമ്പോ വേർ മാറിയിട്ട് വെയേഴ്സ്, VEARS. WEARS, വിയേഴ്സ്. A policeman wears, WEARS, wears a cap. A policeman wears a cap. കണ്ട, എൻറ്റയർലി ആ സെന്റൻസിന് ചേഞ്ച് വന്നു. നേരത്തെ അങ്ങനെയാണ് പോലീസ്മാൻ വിയർ, അവിടെ സബ്ജക്ട് വ്യത്യാസം വന്ന്, അതുപോലെ തന്നെ അതിന്റെ വേർബിനും വ്യത്യാസം വന്നു. പോലീസ്മാൻ വിയർ ക്യാപ്സ് എന്ന് പറഞ്ഞ ആ സെന്റൻസ് ഇപ്പോ നമ്മൾ സിംഗുലർ ആക്കി കഴിഞ്ഞപ്പോ എൻറ്റയർലി ഡിഫറെന്റ് ആയി. എ പോലീസ്മാൻ വിയേഴ്സ് എ ക്യാപ്പ്. വിയേഴ്സ് എ ക്യാപ്പ്. ഈ വിയറും വിയേഴ്സും വന്നതൊക്കെ സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേർബിൽ പഠിക്കും. അതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് തന്നെയാണത്. നമുക്ക് അത് വേർബിന്റെ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ ഇത് നിങ്ങൾ എഴുതിക്കോ, എ പോലീസ്മാൻ വിയേഴ്സ് എ ക്യാപ്പ്. അടുത്തത് G. There are always tables and chairs in dining room. There are many chairs and tables in the dining room. There is always a table and a chair in dining room. There is a table and a chair in dining room. There is always a table and a chair in dining room. ആദ്യം there are മാറും. there അങ്ങനെ തന്നെ, there മാറ്റൂല. There is always ആറ് മാറ്റി ഇതാകും. There is always അങ്ങനെ തന്നെ. There is always a table, a table and a chair and a chair. Chairs മാറിയിട്ട് a chair ആകും. In
ഡൈനിങ് റൂംസ് മാറ്റിയിട്ട് ഇൻ എ A ഡൈനിങ് റൂം. dining room. There is always a table And chair in in a a dining room. എല്ലാം സിംഗുലർ ആയി. ആറ് മാറി ഇസ് ആകും, ടേബിൾസ് മാറി എ ടേബിൾ ആകും, ചെയേഴ്സ് മാറിയിട്ട് എ ചെയർ ആകും, ഡൈനിങ് റൂംസ് മാറിയിട്ട് എ ഡൈനിങ് റൂം ആകും. കിട്ടിയില്ലേ അത്? അവിടെ 3 നൗണ് മാറ്റമുണ്ട് കേട്ടോ. ടേബിൾസ് ടേബിളായി, ചെയർസ് ചെയറായി, ഡൈനിങ് റൂംസ് എ ഡൈനിങ് റൂമായി. അടുത്ത നോക്കിയേ. എക്സസൈസ് ആർ നോട്ട് ഓൾവേസ് ഈസി ഫോർ ബിഗിനേഴ്സ്. Exercise is not always easy for a beginner. ഓക്കെ, ഇവിടെ ആൻ എക്സസൈസ് എന്ന് പറയണമെന്നില്ല, എക്സസൈസ് മാത്രം മതി. അവിടെ അതൊരു എക്സെപ്ഷൻ ഒക്കെ ഏതാണ്. ആൻ എക്സസൈസ് എന്ന് പറയണമെന്നില്ല, എക്സസൈസ് മാത്രം മതി അവിടെ. എക്സസൈസ് ആറിന് പകരം ഇസ് ചേർക്കാം. എക്സസൈസ് ഇസ് നോട്ട് ഓൾവേസ് ഈസി ഫോർ ബിഗിനേഴ്സ് മാറിയിട്ട് എ ബിഗിനർ, ബിഗിനേഴ്സ് മാറ്റിയിട്ട് എ ബിഗിനർ, ആറ് മാറ്റി ഇസ് ആകും. ഇപ്പൊ വേർബ്സിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിൽ പഠിച്ച്. ആറ് പ്ലൂറൽ ആണെങ്കിൽ അതിന്റെ സിംഗുലർ എന്തെന്നാ? ഇസ്, ഇസ് പഠിക്കും. പിന്നെ ഹാവ് ആണെങ്കിൽ അതിന്റെ സിംഗുലർ ഹാവ്. ഈ 2 കാര്യം നമ്മൾ പഠിച്ചിട്ടാ. ലാസ്റ്റ് വൺ നോക്കിക്കേ. ഹംഗ്രി ബോയ്സ് ഈറ്റ് ലാർജ് മീൽസ്. hungry boy. ഹംഗ്രി ബോയ്സ് മാറ്റിയിട്ട് എ ഹംഗ്രി ബോയ്, Eat എ ഹംഗ്രി ബോയ്. large പിന്നെ meals. ഈറ്റ് മാറണം, കാരണം നമ്മുടെ പോലീസ്മാൻ വിയർ മാറ്റിയപ്പോ വിയേഴ്സ് ആക്കിയില്ലേ, അതേപോലെ ഒരു ഹംഗ്രി ബോയിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈറ്റ് മാറിയിട്ട് ഈറ്റ്സ് ആക്കണം. വേർബാണത്. അപ്പൊ അതിന്റെ എസ് ഫോമിലേക്ക് എഴുതണം. ഈറ്റ്സ്, എ ഹംഗ്രി ബോയ് ഈറ്റ്സ് എ ലാർജ് മീൽ. എ ഹംഗ്രി ബോയ് ഈറ്റ്സ് എ ലാർജ് മീൽ. ഓക്കെ, ഞാൻ ആദ്യം ഒന്നും കൂടി പറഞ്ഞുതരാട്ടെ. ആൻസേഴ്സ് ആരെങ്കിലും എഴുതിയിട്ടില്ലെങ്കിൽ എഴുതിയെടുത്തോ. ഫസ്റ്റത്തത് എലിഫന്റ്സ് ആർ ആനിമൽസ്. അപ്പൊ നമ്മൾ സിംഗുലർ ആക്കി. ആൻ എലിഫന്റ് ഇസ് ആൻ ആനിമൽ. ആൻ എലിഫന്റ് ഇസ് ആൻ ആനിമൽ. അടുത്തത് ഡോഗ്സ് ആർ ഗുഡ് ഫ്രണ്ട്സ്. നമ്മള് എ ഡോഗ് ഇസ് എ ഗുഡ് ഫ്രണ്ട്. എ ഡോഗ് ഇസ് എ ഗുഡ് ഫ്രണ്ട്. ക്ലാസ് റൂംസ് ഹാവ് ബ്ലാക്ക് ബോർഡ്സ് എന്നുള്ളത് എ ക്ലാസ് റൂം ഹാസ് എ ബ്ലാക്ക് ബോർഡ്. എ ക്ലാസ് റൂം ഹാസ് എ ബ്ലാക്ക് ബോർഡ്. അടുത്തത് റോസസ് ആർ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. A rose is a beautiful flower. A rose is a beautiful flower.
അടുത്ത് cities are big towns. അപ്പം a city is a big town. a city. അപ്പൊ CITY ആകോട്ടോ, സിറ്റീസിന്റെ സ്പെല്ലിംഗ് മാറിയിട്ട് സിറ്റി, CITY. a city is a big town. അടുത്ത് policemen wear caps. a policeman wears a cap. wears ആവൂടെ, a policeman wears a cap. അടുത്തത് there are always tables and chairs in the dining rooms. അപ്പൊ there is ആറ് മാറി is ആവും. there is always a table, a chair in a dining room. അടുത്തത് exercise are not always easy for beginners. exercise ആറ് മാറ്റിയിട്ട് അവിടെ is ആകും. exercise is not always easy for a beginner. അടുത്ത ലാസ്റ്റ് വൺ, hungry boys eat large meals എന്നുള്ളത് a hungry boy eats a large meal. a hungry boy eats a large meal. ഇവിടെ മാറ്റമുള്ള ആറ് മാറ്റിയിട്ട് ഇസാക്ക, എച്ചില് ആറ് മാറ്റിയിട്ട് ഇസാക്ക, ബിഗിനേഴ്സ് മാറ്റിയിട്ട് ഓ എന്താണ് ഇസ വരുന്നത്. ഇസ് വന്നത് ആറെന്ന് പറയണത് പ്ലൂറൽ ഫോം ആണ്. ആറിന്റെ സിംഗുലർ ആണ് ഇസ്. ആറിന്റെ സിംഗുലർ ഇസ്. സിംഗുലർ നൗണിന്റെ ഒക്കെ ഒപ്പം നമ്മൾ ഇസ്സാണ് യൂസ് ചെയ്യുള്ളൂ. അപ്പൊ ആറെന്ന് അത് അടുത്തിൽ പറയൂ, അത് വേർബിൽ പഠിക്കണതാണ്. അതല്ല പറഞ്ഞ ഹംഗ്രി ബോയ് അത് പറഞ്ഞുതരാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സിംഗുലർ ആയിട്ടുള്ളതിന് സിംഗുലർ സബ്ജക്റ്റ് ആണ് വേണ്ടത്. അപ്പൊ ഇവിടെ നമ്മ നൗൺസിൽ പഠിച്ചത് എസ് ഉള്ളത് സിംഗുലർ ആണെന്നാണ് നമ്മൾ പഠിച്ചത്. വേർബിൽ നേരെ തിരിച്ചു വരും, എസ് ഉള്ളത് സിംഗുലർ ആണ്. നൗണില് നമ്മൾ എസ് ഉള്ളത് പ്ലൂറൽ പഠിച്ച്, ഇതില് വേർബിൽ തിരിച്ചു വരും. ആഹാര പദാർത്ഥങ്ങൾ അല്ലേ വരുന്നത്? അത് എനിക്ക് അങ്ങനെ മലയാളം ചേച്ചി കറക്റ്റ് അതിന്റെ മീനിങ് പറഞ്ഞാൽ എനിക്ക് അറിയില്ല കറക്റ്റ് വേർഡ്. ആഹാര പദാർത്ഥങ്ങളാണ് എയ്റ്റിന്റെ മീനിങ് വരുന്നത്. എയ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചു എന്നാണ്. അപ്പം എ ഹംഗ്രി ബോയ് എയ്റ്റ് അല്ല, പാസ്റ്റ് ടെൻസ് ആണ്. എയ്റ്റ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. നമ്മൾ പ്രസന്റ് ടെൻസിൽ അതെനിക്ക് മനസ്സിലായി. ഒന്നുമില്ല. വരുമ്പോൾ ആഹാര പദാർത്ഥങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അവിടെ വരുമ്പം അത് ഇതിലേക്ക് വരില്ലേ? എന്ത് ഈറ്റ് എന്ന് പറയുന്നത് പദാർത്ഥം അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇസ് ആൻ ആക്ഷൻ വേർഡ്. അവിടെ കഴിക്കണ കാര്യമാണ് അവിടെ പറയണത് ഈറ്റ്. അവിടെ അതൊരു ആക്ഷൻ വേർഡ് ആണ് ഈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എ ഹംഗ്രി ബോയ് ഈറ്റ് അല്ല ഈറ്റ്സ്. ഈറ്റിന് പകരം ഈറ്റ്സ് എന്നാക്കണം. ഈറ്റ്സ് എ ലാർജ് മീൽ. ഈറ്റ് എന്ന് പറയുന്നത് ഒരു ആക്ഷൻ. അതാണ് ഈ വേർബ് എന്ന് ഞാൻ പറഞ്ഞത്, ആക്ഷൻ വേർബ്. അതാണ് ഈ ഈറ്റ് അവിടെ. അപ്പൊ ഈറ്റിന് പകരം ഈറ്റ്സ് ആക്കണം. ഇത് ഈ നൗണും വേർബൊക്കെ കൺഫ്യൂസ് ആക്കല്ലേ കേട്ടോ നിങ്ങള്. ഇവിടത്തെ ഈ ഹംഗ്രി ബോയ്സ് ഈറ്റ് ലാർജ് മീൽസ്, ഇതിൽ ഏതൊക്കെ നൗൺ ഉണ്ടെന്ന് പറഞ്ഞേ. ഹംഗ്രി ബോയ്സ് ഈറ്റ് ലാർജ് മീൽസ്, ഇതിൽ ഏതൊക്കെ നൗൺ ഉണ്ടെന്ന് പറഞ്ഞേ. മീൽസും ആകെ രണ്ട് നൗണേ ഇവിടെ ഉള്ളൂ. ബോയ്സും മീൽസും അവിടെ നൗൺ അല്ല. ഈറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ആക്ഷൻ വേർബാണത്. അപ്പൊ ഇവിടെ നൗൺ മാത്രമേ നമുക്ക് സിംഗുലറൈസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പൊ എ ബോയ് എന്നുള്ളതും ലാർജ് മീൽസ് എ ലാർജ് മീലാക്കണം. അപ്പൊ അവിടുത്തെ ഇപ്പൊ കറക്റ്റ് വേർബ് വരുമ്പോ അത് സിംഗുലർ വേർബ് ആയിരിക്കണം. പിന്നെ നമ്മൾ ഈറ്റ്സ് എന്നാക്കും, EATS.
ചോദിച്ചോട്ടെ മിസ്സേ? ആ ജിഷ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രെയർ സോങ് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യണം. അത് മലയാളത്തിൽ എഴുതിയാൽ മതി, നമുക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോ അത് അങ്ങനെ ചെയ്യാൻ മാത്രം ഒന്നും ആയിട്ടില്ല. അതാ ഇനി നമ്മൾ പഠിച്ച് വരുമ്പോ ആവുള്ളൂ മാം. ഇപ്പൊ എല്ലാരും ഒരേ പുസ്തകം 10ാം ക്ലാസ് കഴിഞ്ഞവരും ഇതില്ലേ. അപ്പൊ അതെങ്ങനെയാ ഇനി വരുന്ന ക്ലാസ്സിലാണോ അത് മനസ്സിലാവോ? ഇതുവരെയുള്ളതിൽ എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ എഴുതിയാൽ ഇപ്പൊ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് മാറ്റാനായിട്ടേ അത്ര ആയിട്ടില്ല. ഇല്ല, ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പൊ നൗൺസ് മാത്രമല്ലേ പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ. ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ ജിഷ മിസ് എന്താ പറഞ്ഞത്? മലയാളത്തിൽ എഴുതിയാൽ മതി എന്ന് പറഞ്ഞ? മലയാളത്തിൽ ഇംഗ്ലീഷ് എഴുതാൻ പറ്റാത്തവര് മലയാളത്തിൽ എഴുതിയാൽ മതി. എന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷിന് ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് കുറച്ചും കൂടെ കഴിയുമ്പോൾ, ഇപ്പൊ നമ്മൾ ആ ഫസ്റ്റ് പോർഷൻ എത്തിയത് ഞാൻ പറഞ്ഞില്ലേ 8 പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. അപ്പൊ 8 കഴിഞ്ഞാലാണ് നിങ്ങൾ ഒരുവിധമൊക്കെ ആവുള്ളൂ. അപ്പൊ കുറച്ചുണ്ട്, അത് നമുക്ക് പതിയെ ഇനി എക്സസൈസസ് ഒക്കെ വരുമ്പോ നമുക്കത് ചെയ്യാൻ പറ്റും. പതിയെ നമുക്ക് ശരിയാക്കി എടുക്കാം കേട്ടോ. സിംഗിൾ ഇന്നിപ്പോ ഈ 2 എക്സസൈസ്, ഒരു എക്സസൈസും കൂടെ ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ടൈം 9 മണി. അപ്പോ ഇന്നത്തെ ക്ലാസ് അതിന്റെ പേര് ഇതിപ്പം ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട്? ഈ ഈറ്റ്സ് ഒക്കെ വന്നപ്പോ ചില ഡൗട്ട് വന്ന് അല്ലേ, ആ വേർബ്സ് പെട്ടെന്ന് കയറി വന്നപ്പോ. അതാണ് ഈറ്റിലൊക്കെ കുറച്ച് പേർക്ക് ഡൗട്ട് വന്ന്, എനിക്ക് മനസ്സിലായത്. ഇപ്പൊ നമ്മൾ നൗൺസ് ആണ് പഠിക്കണുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വിശദീകരിച്ച് അത് പറയാറുന്നത്. നൗണില് നമുക്ക് ശ്രദ്ധിക്കാം, അടുത്ത് വരുമ്പോ നമുക്ക് എല്ലാം ക്ലിയർ ആയിക്കോളും. സിംഗുലറൈസിംഗിന്റെ പ്ലൂറൽ നമ്മൾ ചെയ്ത്, പിന്നെ അതേപോലെ മുമ്പ് ചെയ്ത എക്സസൈസ് 2 എക്സസൈസ് എന്ന് ചെയ്തോളൂ. എന്താണ് എന്താണ് എന്താ ചോദിച്ചത്? അല്ല, ഓരോ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ചല്ലേ ഇങ്ങനെ ചേഞ്ചസ്. നല്ലത്. പ്ലൂറൽ ആവുമ്പോൾ പ്ലൂറൽ വേർബ് വന്നം, സിംഗുലർ ആവുമ്പോൾ സിംഗുലർ വേർബ് വന്നം. അതെ, ഒരു സിറ്റുവേഷൻ അനുസരിച്ച്. അപ്പോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ആൻസേഴ്സ് എഴുതിയിട്ടുണ്ടെങ്കിലും തനിയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അതേപോലെ വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് ചെയ്ത് നോക്കി, പ്ലൂറലും സിംഗുലറും ഒക്കെ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. ഗുഡ് നൈറ്റ്. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.